ഈവിൾ ഡെഡ് ഇന്നലെ കണ്ടിട്ട് ശരിക്കും പേടിച്ചു. കോഞ്ചറിങ് കണ്ടിട്ടും ഇങ്ങനെ പേടി വന്നിട്ടില്ല. പക്ഷെ ഈവിൾ ഡെഡ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരണം എന്താണെന്നറിയോ? ബ്ലഡ് ബാത്ത്, സ്ക്രീംസ്, ചെയിൻസോ, ഡെഡിറ്റീസ്. എന്തുകൊണ്ടാണെന്നറിയോ? സാധാരണ ഈവിൾ ഡെഡ് തുടങ്ങുന്നത് ഒരു ഭൂതബാധയിൽ നിന്നായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല തുടങ്ങുന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ആലിസ് ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പോവുകയാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒറ്റയ്ക്കുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ അവളെ കാത്തിരുന്നതോ സമാധാനമല്ല, ഡെഡിറ്റീസ് ആയിരുന്നു. ഇവിടെയാണ് ഈവിൾ ഡെഡ് ഒരു ഹൊറർ സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. സാധാരണ ഹൊറർ സിനിമയിൽ ഗോസ്റ്റ് നിങ്ങളെ കൊല്ലും, പക്ഷെ ഈവിൾ ഡെഡിൽ അങ്ങനെയല്ല. ഗോസ്റ്റ് നിങ്ങളെ കൊല്ലില്ല. ആദ്യം നിങ്ങളെ മാറ്റും. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ മുഖം എല്ലാം അതിൻ്റെതാകും. ശരീരം മാത്രം നിങ്ങളുടെ, പക്ഷെ മനസ്സോ അതിന്റെ. ഇത് സോംബി അല്ല, ഡീമണും അല്ല, ബോഡി ഹൊററാണ്. ഡാർക്ക് സൈക്കോളജിയിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അപരിചിതരെ നമുക്ക് അങ്ങനെ പേടി ഉണ്ടാവില്ല. നമുക്ക് പരിചയമുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികള് അപരിചിതമായിട്ട് പെരുമാറുമോ, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഈവിൾ ഡെഡ് പേടിപ്പിക്കുന്നത്. കാരണം ഡെഡിറ്റീസ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ രൂപത്തിലാണ് വരുന്നത്. മുഖം അവരുടേതായിരിക്കും, പക്ഷെ അകത്തോ മറ്റൊരു ഭീകര സത്വം. അതുകൊണ്ടാണ് ഈവിൾ ഡെഡ് ഇന്നും വർക്ക് ചെയ്യുന്നത്. ഈവിൾ ഡെഡ് തുടങ്ങുന്നത് 2015 1982 അത് പലർക്കും അറിയില്ല. ഒരു ദിവസം സ്റ്റീഫൻ കിങ് എന്ന എഴുത്തുകാരൻ ഒരു ഹൊറർ സിനിമ കാണാനിടയായി. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒറിജിനൽ ഹൊറർ ഇതാണ് എന്നത്. അതെന്താണ് ഒറിജിനൽ ഹൊറർ? അത് ബോഡി ഹൊററാണ്. അവിടെ ഗ്രാഫിക്സ് ഇല്ല, അവിടെ പ്രാക്ടിക്കൽ എഫക്റ്റ് ആൻഡ് ഹൊറേഴ്സ് മാത്രമേ ഉള്ളൂ. ഗ്രാഫിക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചിരകാലമായിട്ട് നിൽക്കും. കാരണം അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്താലും ഇന്ന് ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്താലും അതിൽ പ്രാക്ടിക്കൽ എഫക്റ്റ് ആണ്. പ്രാക്ടിക്കൽ എഫക്റ്റ് നമ്മളെ എപ്പോഴും പേടിപ്പിക്കും. അവിടെ ബോഡി ഹൊററാണ്, അത് റിയാലിറ്റി ആണ്. കോഞ്ചറിങ് ആണെങ്കിലും നണ്ണാണെങ്കിലും അതിൽ ജംസ്കെയറും ഗ്രാഫിക്കൽ ഹൊററും ഒക്കെ അങ്ങോട്ട് മിക്സ് ആയിട്ടാണ് വരുന്നത്. അതിന് ആയുസില്ല. പക്ഷെ ഈവിൾ ഡെഡ് ചിരകാലമായിട്ട് നിൽക്കുകയും ചെയ്യും. കാരണം അത് പ്രാക്ടിക്കൽ എഫക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. 1982 ഇറങ്ങിയ സിനിമ 2026 നല്ല റെലവന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. കാരണം അവിടെ പ്രേതം മാറിയിട്ടില്ല, പക്ഷെ നമ്മുടെ പേടി എപ്പോഴും മാറിക്കൊണ്ടിരുന്നു. പല സംവിധായകരും വന്നു, പക്ഷെ ആരും ഡെഡിറ്റീസിനെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അതിനെ പുതിയ കുപ്പിയിലാക്കിയിട്ട് വാർത്തും കൊണ്ടേയിരിക്കുന്നു, അതിങ്ങനെ കൊണ്ടുവന്ന് തന്നും കൊണ്ടേയിരിക്കുന്നു.